ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. 5:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ എഴുന്നേറ്റത് ആമിക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് അവൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. 7:30 ആകുമ്പോഴത്തേക്കും സ്കൂളിൽ എത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. പിന്നെ തലേ ദിവസം തന്നെ ഞാൻ ലഞ്ചിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കിച്ചണിൽ വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ. ഞാനിന്ന് മീൽ മേക്കർ കൊണ്ടുള്ളൊരു ബിരിയാണിയും അതുപോലെ മീൽ മേക്കർ ഫ്രൈ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തലേ ദിവസമേ ഞാനെടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചത് രാവിലെ എഴുന്നേറ്റ് വന്ന് പിന്നെ അതൊക്കെ അന്വേഷിച്ച് നടന്ന് ഒരുപാട് ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇതിൽ തന്നെ തലേ ദിവസം നമ്മുടെ റോൾഡ് ഓട്സും കൂടി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും തലേന്ന് വെള്ളത്തിലിട്ടിട്ടാണ് കിടക്കുന്നത്. ഇപ്പം നല്ല തണുപ്പായ കാരണം കൊണ്ട് പുറത്ത് വെച്ചേക്കും. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഓട്സ് കുതിരാനായിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. കാരണം ഈ റോൾഡ് ഓട്സ് ആയ കാരണം കൊണ്ട് കുറച്ച് വേവ് കൂടുതലാണ്. മറ്റേ നമ്മുടെ ഇൻസ്റ്റന്റ് ഓട്സ് പോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അരിയൊക്കെ ഒന്ന് അളന്നിട്ടു. പിന്നെ കൈമാ റൈസൊക്കെ ബിരിയാണിക്ക് വേണ്ടുന്നത് വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് വിളക്കൊക്കെ ഒന്ന് വെക്കണം. അപ്പോഴേക്കും തന്നെ നേരം വെളുത്തിട്ടുണ്ട്. 6 മണിയായി. പിന്നെ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കി നിന്നു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓടി തന്നെ കിച്ചണിലേക്ക് വരത്തില്ല. കുറച്ച് നേരം ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ നോക്കി നിന്ന് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുക്കളയിലേക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സ്പീഡായിട്ട് കയറി കിച്ചണിൽ വന്ന് പെട്ടെന്ന് ജോലികൾ തുടങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സാവധാനമാണ് എൻ്റെ ജോലികൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം രാവിലെ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാത്തത്. അപ്പോൾ ഇതിനൊന്നുള്ള സമയം എനിക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ ഇതിൽ തന്നെ കോലമൊക്കെ ഒന്ന് വരച്ചിട്ട്, അപ്പോൾ ഇന്ന് വരച്ച കോലം ശരിയായിട്ടില്ലേ, അത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഒരു ലെമണിൽ ഞാൻ ഒരു സൈഡിൽ മഞ്ഞളും മറ്റേ സൈഡിൽ കുങ്കുമവും തേച്ച് വെച്ചേക്കുന്നത് നമ്മുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി എന്തെങ്കിലുമൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ എല്ലാവരും ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പുറത്ത് തന്നെ ഉരുളിയിൽ പൂക്കളിട്ട് വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ അറിയാതെ തന്നെ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയൊക്കെ കയറുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വെക്കുന്നതാണ് നല്ലത്. ഉപ്പുദീപമൊക്കെ ഞാൻ വെക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോഴേക്കും ആമി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആമി എന്നോട് വിശേഷങ്ങളൊക്കെ പറയുവാണ്. അപ്പം നല്ല ത്രില്ലിലാണ് ആമി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവൾ സ്കൂളിൽ നിന്ന് ടൂറിന് പോകുന്നത്. അപ്പോൾ ഇതുവരെയും ഒരു വർഷങ്ങളിൽ ഞാൻ വിട്ടിട്ടില്ല. ആമിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീസിംഗ് ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്വാസം മുട്ടലുള്ള കാരണം കൊണ്ട് അവളെ അങ്ങനെ വിശ്വസിച്ച് ഒരു സ്ഥലത്തും വിടാനായിട്ട് എനിക്ക് പേടിയാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ ശ്രദ്ധിക്കുമെങ്കിലും ഈ തണുപ്പുള്ള ഭാഗത്തോട്ടൊന്നും ഞങ്ങളുടെ കൂടെ അല്ലാതെ ഞാൻ ഒരു സ്ഥലത്തും ആമി അങ്ങനെ വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടൂറിനൊന്നും വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വർഷം അവളെ ഇങ്ങനെ വിടുന്നത് കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് പുള്ളിക്കാരി. അപ്പോൾ രാവിലെ എന്നോടൊപ്പം എഴുന്നേറ്റ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങിക്കോളാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെയും വന്നതാണ്. അപ്പം അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അവരെവിടേക്കാണ് പോകുന്നത്, അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യും. എപ്പോഴും ഇങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലും എപ്പോഴും എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ചില സമയത്ത് ഞാൻ എന്തെങ്കിലും അർജൻറ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നാലും ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. മാക്സിമം അവൾക്ക് പറയാനുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇരുന്ന് കേൾക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ മക്കൾ ഇങ്ങനെ നമ്മളോട് സംസാരിക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ തിരക്ക് പിടിച്ച് അവരെ ഒഴിവാക്കി വിടുകയല്ല ചെയ്യേണ്ടത്. എത്ര നമുക്ക് തിരക്കുണ്ടെങ്കിലും തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് അവരോടൊപ്പം ഇരുന്ന് അവർക്ക് പറയാനുള്ളതൊക്കെ കേൾക്കണം. അച്ഛനും അമ്മയും അവരെ കേൾക്കാനുണ്ടെന്നുള്ളൊരു തോന്നൽ കൊച്ചിലെ തൊട്ടേ അവരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ വലിയ രഹസ്യങ്ങളൊന്നും കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ എല്ലാ ദിവസവും എൻ്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ വന്നിരുന്ന് കേൾക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും അച്ഛൻ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യമാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഫോളോ ചെയ്യുന്നത്. ആമിയുടെ വിശേഷം പറച്ചിലും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ പോയി കുളിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ അവർക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത്രയും രാവിലെ പോകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബോഡി വാഷ് മാത്രം ചെയ്തിട്ട് യൂണിഫോം ഒക്കെ ഇടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഹസ്ബൻഡ് എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവളെ ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്തോളും. ഒറ്റയ്ക്ക് കുളിക്കലും പല്ല് തേക്കലും ഒക്കെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളും കേട്ടോ. നമ്മുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ മാത്രമല്ല കുറേയൊക്കെ നമ്മൾ മക്കളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കാനായിട്ട് തന്നെ ശീലിപ്പിക്കണം. എല്ലാം നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് പുറകെ നടക്കരുത്. ചെറിയ പ്രായത്തിലെ അവർക്ക് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം അങ്ങനെ ആമിയെ ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറേയൊക്കെ.
പിന്നെ അങ്ങനെ ആമി കുളിക്കാനൊക്കെ പോയേക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇതേ വന്നിട്ട് നമ്മുടെ സോയ ബീൻസ് ഉണ്ടല്ലോ, അതായത് മീൽ മേക്കർ, അതൊക്കെ ഒന്നെടുത്ത് മാരിനേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനുള്ളിൽ തന്നെ കട്ടൻ ചായ ഇട്ടായിരുന്നു കേട്ടോ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് സ്കൂളിൽ ടൂർ പോകുന്നതിന് കുറച്ച് സാധനങ്ങളൊക്കെ ഒരാഴ്ച മുന്നേയൊക്കെ തന്നെ നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ലെമൺ ഉണ്ടായിരുന്നു കേട്ടോ. ലെമൺ ഇങ്ങനെ കട്ട് പീസാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനാണ്. കുട്ടികൾ ഛർദ്ദിക്കുന്ന കുട്ടികൾ കാണുമല്ലോ ലോങ് ട്രാവൽ ആകുമ്പോൾ. അപ്പോൾ ആമിക്ക് ഭാഗ്യത്തിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എനിക്കും ഇല്ല കേട്ടോ. എനിക്കും കൊച്ചിലെ തൊട്ടേ യാത്രയൊക്കെ ചെയ്ത് ശീലമുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്നാലും ഒരു പീസ് അങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ അവർക്ക് ക്യാപ്പ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു, പിന്നെ ടവല്. അപ്പോൾ ഇവർ പോകുന്നത് ദിണ്ടിഗലുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അവിടെ ഒരു വയൽ പ്രദേശത്താണ് അവരെ കൊണ്ടുപോയത് ടൂറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി മിസ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ഇതുപോലെ അവൾക്ക് വീസിങ് ഉള്ള കാരണം കൊണ്ട് വെള്ളത്തിലോട്ടൊന്നും ഇറക്കണ്ട, പുറത്തൊക്കെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനായിട്ട് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് കുട്ടികളെ ശ്രദ്ധിച്ചോളുമല്ലോ. എന്നാലും എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ. അവൾ വീട് എത്തുന്നത് വരെ നല്ല ടെൻഷനും പേടിയായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷേ എൻ്റെ പേടി പോലെ ഒന്നും സംഭവിച്ചില്ല. ഹസ്ബൻഡിനും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ടൈമാണ് സ്കൂളിൽ നിന്ന് ടൂറിങ്ങനെ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയേക്കുന്നത് +2 ഞാൻ പഠിക്കുമ്പോഴാണ് കേട്ടോ. അല്ലാതെ എന്നെ ഒരു ടൂറിനും വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല. അച്ഛനും ഭയങ്കര പേടിയൊക്കെയാണ്, കാരണം എനിക്കും ഇതുപോലെ ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നെ അങ്ങനെ ടൂറിനൊന്നും വിട്ടിട്ടില്ല. മാത്രമല്ല അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും ഒന്നും ഇല്ലായിരുന്നു നമുക്ക് അന്നൊന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മോളെ ടൂറിനൊക്കെ വിടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ ഈ അസുഖത്തിൻ്റെ ഒരു കാര്യം കൊണ്ട് നമ്മളങ്ങനെ ഒരുപാട് റിസ്ക് എടുത്ത് എല്ലായിടത്തും വിടാനും പറ്റില്ല. പിന്നെ ഞങ്ങൾ വെക്കേഷൻ ടൂർ പോകുമ്പോൾ അവളെ കൊണ്ടുപോകുന്നത് നമ്മൾ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് കേട്ടോ. എല്ലാ മെഡിസിനും എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. എവിടെ പോയാലും അങ്ങനെയാണ്. ഇതിൻ്റെ തന്നെ എൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആമിക്ക് രാവിലെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ചെയ്യണം. ഈ മീൽ മേക്കർ ഫ്രൈയും ചെയ്ത് അതിൻ്റെ ഒരു ബിരിയാണിയും വെക്കണം. ഞാനിപ്പോൾ റെസിപ്പി ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഒരുപാട് വ്ലോഗിലൊക്കെ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നല്ല ഈസിയാണ്. കുക്കറിൽ എല്ലാം കൂടി ഇട്ടിട്ട് 2 വിസിൽ കേൾപ്പിച്ചാൽ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയാവും. പെട്ടെന്നാവും. അപ്പം ഞാനാണെങ്കിൽ സൈഡിൽ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനങ്ങനെ ആരോടും വീട്ടിലങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കത്തില്ല, കാരണം ഓരോ സമയവും വിലപ്പെട്ടതാണല്ലേ. നമ്മൾ വീട്ടമ്മമാർക്ക് അറിയാമല്ലോ, രാവിലത്തെ ഒരു കിച്ചണിലുള്ളൊരു സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ് കണ്ണ് തെറ്റിയാലും നമ്മുടെ സമയം എല്ലാം തെറ്റിപ്പോവും. അങ്ങനത്തെ ഒരു ടൈമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ഇത് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം യൂട്യൂബിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, റേഡിയോ പോലെ കേട്ടോണ്ടിരിക്കുമല്ലോ. പിന്നെ എൻ്റെ പണികൾ നടക്കുകയും ചെയ്യും. പിന്നെ ഇല്ല, എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. ദിവ്യ റോണി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കമൻറ്റ് ഇട്ടത്. എൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, നല്ല വീഡിയോസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പണികൾ ചെയ്യുന്ന സമയത്ത് വീഡിയോസ് കേട്ടുകൊണ്ടാണ് ജോലികൾ ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റേതൊരു ബിഗ് ഫാമിലിയാണ്, 5 കുട്ടികളുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടി ഈ ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിനും കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും തിരക്കിനിടയിൽ ഈ കുട്ടികളെയൊക്കെ നോക്കുന്നതിനിടയിലും നമ്മുടെ വീഡിയോസൊക്കെ കാണാനായിട്ട് സമയം കണ്ടുപിടിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഇത്രയും വലിയൊരു കുടുംബത്തിൽ ഇപ്പം നമുക്ക് 3 പേരുണ്ടായിരുന്നിട്ട് പോലും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ 5 മക്കളെയൊക്കെ വെച്ചിട്ട് എങ്ങനെ ആയിരിക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഇട്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അല്ലേ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ആരെങ്കിലും പരിചയപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മളോട് തന്നെ ചിലരിങ്ങനെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യല്ലേ. അതായത് നമുക്ക് അതിനുള്ള ഉത്തരം കൊടുക്കാനായിട്ട് നമുക്ക് ഒട്ടും മടിയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് മറ്റുള്ളവർ നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മളത് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനും പോകുന്നില്ല അല്ലേ. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഈ നമ്മൾ സ്ത്രീകൾക്കാണ് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതല്ലേ. അപ്പം അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഇപ്പം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അപരിചിതരായിരിക്കാം, അവരെ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുകയല്ലേ. ഇപ്പോൾ അവരുടെ പ്രായം എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാസ്റ്റാണ്, അല്ലെങ്കിൽ ഏത് റിലീജിയൻ ആണ്, കല്യാണം കഴിഞ്ഞതാണോ, കല്യാണം കഴിഞ്ഞതാണെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ കുട്ടി വേണ്ടേന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള പ്ലാനൊന്നും ഇല്ലേ, ഇപ്പോൾ ഒരു കുട്ടിയാണോ ഉള്ളതെങ്കിൽ ഇനി അടുത്ത കുട്ടിക്കുള്ള പ്ലാൻ ഇല്ലേന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ ഇപ്പം മക്കളെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർ ചോദിക്കും ഹസ്ബൻഡിനാണോ കുഴപ്പം,
കുഴപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്കാണോ കുഴപ്പം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴുണ്ടല്ലോ ആ കേൾക്കുന്നവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും അല്ലേ. അതും മാത്രമല്ല അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. ചില ആളുകൾക്ക് ഒട്ടും തന്നെ മര്യാദ പോലും കാണത്തില്ല. വളരെ സ്വകാര്യമായിട്ടുള്ള ഫാമിലിയിലെ കാര്യങ്ങൾ, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയുക. അപ്പോൾ അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു ടോക്കിംഗ് ആണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആരുമായിട്ടും ഷെയർ ചെയ്യരുതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ലേ ഇപ്പം എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും മിണ്ടാതിരിക്കണമെന്നാണോ, ചുരുക്കി പറഞ്ഞാൽ ഒന്നും മിണ്ടണ്ടെന്നാണോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ അത്രയും പേഴ്സണലായിട്ട് കൊണ്ട് നടക്കേണ്ടത് അങ്ങനെ തന്നെ കൊണ്ട് നടക്കണം. എസ്പെഷ്യലി നമ്മളൊരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനേ പാടില്ല. അപ്പം ഞാനും കുറേ അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നതൊക്കെ നിർത്തി. പിന്നെ പൊതുവിൽ ഞാൻ അങ്ങനെ ആരോടും വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് മറുപടിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? ഇപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിന് മറുപടി കൊടുക്കത്തതേയില്ല. കാരണം എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ആരോടും ചോദിക്കാനായിട്ട് പാടില്ല. ഞാൻ എപ്പോഴും ഓർക്കും, നമുക്ക് ഇതിനെയൊക്കെ കുറിച്ച് കൗൺസിലിങ് ചെറിയ പ്രായം തൊട്ടേ കിട്ടണമെന്ന്. നല്ലൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ചില ആളുകൾക്ക് മറ്റൊരാളുടെ ഏജ് അറിയാനായിട്ട് ഭയങ്കര താല്പര്യമായിരിക്കും അല്ലേ. അത് പറയാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് ഞാനിവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ അത് മനസ്സിലാക്കിയത്. നമ്മളങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമില്ലല്ലേ. എൻ്റെ ഏജ് എത്രയാണ് എന്നുള്ളതൊക്കെ എൻ്റെ ബർത്ത്ഡേക്കുള്ള വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നെപ്പോലെ ആയിരിക്കണമെന്നില്ല എല്ലാവരും. അപ്പോൾ വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഏജ് അവിടെ എഴുതേണ്ടി വരും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് അല്ലെങ്കിൽ നമ്മുടെ അറിയാവുന്ന സുഹൃത്തുക്കളോ ആര് തന്നെ ആയിക്കോട്ടെ അവരോട് പോയിട്ട് ഏജ് ചോദിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഏജ് പറയുക. നമുക്കൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ല രീതിയിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ ഇങ്ങനെ സംസാരിച്ച് പോകും. പക്ഷെ എന്നാലും അത് തെറ്റാണെന്നുള്ളത് എനിക്ക് പിന്നീട് തോന്നിയായിരുന്നു കേട്ടോ. അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ആരോടും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ പോകത്തില്ല. അപ്പം അത് ചോദിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. മറ്റൊരാളിനെ കുറിച്ച് അത്രയും അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് മുന്നേയും നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ കുറച്ച് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തെ കുറച്ച് നല്ല തടിച്ചിട്ടായിരുന്നു കേട്ടോ. നല്ല എൻ്റെ ശരീരം അങ്ങനെ തടി വെക്കുന്നൊരു ശരീരമാണ്. ആ ഒരു സമയത്ത് നമുക്ക് സ്കിന്നിൻ്റെ കളറൊക്കെ മാറുമല്ലോ, കുറച്ച് നമുക്ക് നിറം കുറയും. ഇപ്പം ഞാൻ ഇവിടെ ചെന്നൈയിൽ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് തടി കൂടിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ എത്രയാണ് വെയിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ബോഡി ഷേമിങ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കത് മറ്റൊരാളുടെ ഒരു പേഴ്സണൽ കാര്യം അറിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണല്ലേ. ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതമല്ലേ. ഓരോരുത്തർക്കും എല്ലാവരും ഇപ്പോൾ ഒരുപോലെ സ്ലിം ആയിട്ടിരിക്കണമെന്നോ അല്ലെങ്കിൽ തടി വെച്ചിരിക്കണമെന്നോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളോട് ഞാൻ അധികം സംസാരിക്കാൻ പോവാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ചിലരാണെങ്കിൽ ഇപ്പം ഒരു കുടുംബത്തിലെ എല്ലാവരും നല്ല വെളുത്തിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു കുട്ടി മാത്രമായിരിക്കും കുറച്ച് നിറം കുറവായിരിക്കും. അപ്പോൾ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ കുട്ടിയെ അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുക അല്ലെങ്കിൽ കളർ ഇല്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുക, അതൊക്കെ കേൾക്കുന്നവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും അല്ലേ. അപ്പം ഞാനിതൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ മനുഷ്യർക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ. പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ലേഡീസിനുള്ളൊരു സ്വഭാവമാണ് കേട്ടോ. എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ജോലി എന്താണോ ചോദിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ എത്രയാണ് സാലറി, ബോണസ് കിട്ടുന്നുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് ഇപ്പം നിങ്ങൾക്ക് സ്വന്തം വീടാണോ അല്ലെങ്കിൽ വീടുണ്ടോ, പിന്നെ കാറുണ്ടോ, ബംഗ്ലാവ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുക. അതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒരു പരിസര ബോധമില്ലാതെ തൊട്ടടുത്ത ആൾക്കാർ നിൽക്കുന്നു എന്നുള്ളൊരു ഇതും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ മക്കളെ വഴക്ക് പറയുന്നതാണെങ്കിലും അല്ലാതെ സംസാരിക്കുന്നതാണെങ്കിലും
ആണെങ്കിലും ഒരു അച്ചടക്കമില്ലാത്തൊരു പെരുമാറ്റം. എന്നോട് ഒരിക്കലും ഒരാൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ, എൻ്റെ ആമിയെക്കുറിച്ച് പറഞ്ഞതാണ്. ആമിയെ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചാൽ പോരാ, ഇനിയും നല്ല ഒരു സ്കൂളിൽ പഠിപ്പിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി അവളുടെ പഠിത്തം ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരാൾ ഉപദേശിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പം ഞാൻ അന്ന് പുള്ളിക്കാരിയോട് അങ്ങോട്ട് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം, ഓരോ കുട്ടികൾക്കും ഓരോ കഴിവാണ്, സ്കൂളിൻ്റെ സ്റ്റാറ്റസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും നോക്കിയിട്ടല്ലല്ലോ ഞങ്ങൾ അങ്ങനെയല്ല എൻ്റെ മകളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് മറ്റുള്ളവർ ഉപദേശിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ ആരോടും ഒരു കുട്ടികളെയും പോയിട്ട് സ്റ്റാറ്റസ് ഉള്ള സ്കൂളിൽ പഠിപ്പിക്കണമെന്നോ അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ പഠിച്ചത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ എനിക്കറിയാം ഏത് സ്കൂളിൽ പഠിച്ചാലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് പഠിക്കും എന്നുള്ളത്. അപ്പോൾ സ്കൂളിൻ്റെ വലിപ്പത്തിലും സ്റ്റാറ്റസിലും ഒന്നും അല്ല കാര്യം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, പാരൻറ്റിങ് ടിപ്സ് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും കാണും അല്ലേ. ഇപ്പോൾ എല്ലാ അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത് എല്ലാം പഠിച്ചു വെച്ചിട്ടല്ലല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങളും അനുഭവത്തിൽ കൂടെ തന്നെയാണ് എല്ലാവരും പഠിച്ചു വരുന്നത്. അപ്പോൾ അതിനിടയിൽ പോയിട്ട് ചില ആളുകൾ ഉപദേശിക്കാനായിട്ട് നിൽക്കും, മക്കളെ ഇങ്ങനെ വളർത്തണം അങ്ങനെ വളർത്തണം എന്നൊക്കെയുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് നല്ല വെയിറ്റ് ഉള്ള മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുക, ഒരു കാര്യമില്ലാതെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണല്ലേ. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഇവരിതൊക്കെ ചോദിക്കുന്നത്, അറിഞ്ഞിട്ടിപ്പോൾ എന്ത് കിട്ടാനാണല്ലേ. അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആരോടും സംസാരിക്കാറില്ല. പൊതുവിൽ ഞാൻ മനുഷ്യരോട് തന്നെ സംസാരിക്കുന്നത് വളരെ കുറവാണ്. കാരണം എനിക്ക് സമയമില്ല. എൻ്റെ വീട്ടു ജോലികളും വീട്ടിലെ പണികളും പിന്നെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരാളോട് നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിത്വമാണ് അവിടെ ഇല്ലാതാവുന്നത് അല്ലേ. എനിക്കത് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ, അപ്പോൾ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തത് എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിച്ചേക്കൂ. പിന്നെ ഇതിനിടയിൽ തന്നെ അതേ ആമി സ്കൂളിൽ പോയേക്കുവാണ്. ഇപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുപോയി. 7:30ക്കാണ് സ്കൂളിൽ നിൽക്കേണ്ടത്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ സ്കൂളിലെത്തും. 7:20 ആയപ്പോഴത്തേക്കും പോയി. ഇതിനിടയിൽ തന്നെ ഞാൻ വിളക്കൊക്കെ വെച്ചു പ്രാർത്ഥിപ്പിച്ചിട്ടൊക്കെയാണ് വിട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ടെൻഷൻ കൂടുതലായതുകൊണ്ട് നല്ലോണം പ്രാർത്ഥിപ്പിച്ചിട്ടാണ് വിട്ടതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇനി നല്ല റിലാക്സ്ഡ് ആയിട്ട് കുറേ നേരം എനിക്ക് ഇരിക്കാം. അപ്പോൾ ഇന്ന് വേറെ പണികളൊന്നും ഇല്ല, രാവിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ആമി പോയി കഴിഞ്ഞാൽ 8 മണിക്ക് തന്നെ എൻ്റെ കുക്കിംഗ് ജോലികളെല്ലാം കഴിയും കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകാനും തുണി കഴുകാനും അല്ലെങ്കിൽ മറ്റ് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഇന്ന് അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. കാരണം ആമി നേരത്തെ തന്നെ പോയേക്കുവാണ്. പിന്നെ 7:30 ആയപ്പോഴത്തേക്ക് സ്കൂളിൽ പോയി. പിന്നെ രാവിലെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് ഇനി വേണം നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇതിനിടയിൽ തന്നെ ഞാൻ ചിയാ സീഡ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കുടിച്ചിട്ടില്ല. അതും ലെമണും കുറച്ച് ഹണിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, മോർണിംഗ് ഡ്രിങ്ക്. അതും കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ഹസ്ബൻഡിനുള്ള ഓട്സ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ വെള്ളത്തിലിട്ടേക്കുമായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മിക്കവാറും ലേറ്റായിട്ടാണ്. ഒരു 10 മണിയെങ്കിലും ആവും കേട്ടോ. ഒത്തിരി ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ആമയെ വിട്ടതിന് ശേഷം പിന്നെ എന്തെങ്കിലും കുറച്ച് ജോലികൾ കാണും, ഇല്ലെങ്കിൽ നടക്കാൻ പോവും. പിന്നെ ഈ ചിയാ സീഡ് കുടിക്കുന്നത് കൊണ്ട് തന്നെ അധികം വിശപ്പും തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ദേ ഒരു 9 മണിയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ നേരത്തെ തന്നെ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ. കാരണം 5 മണിക്ക് എഴുന്നേറ്റല്ലേ, അപ്പോൾ നല്ല വിശപ്പായിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കിയത് കാണിച്ചിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് പൊടിദോശ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഞാനും ഹസ്ബൻഡിനോടൊപ്പം ഓട്സ് കഴിച്ചുകൊണ്ടാണ് ഇരുന്നത് കേട്ടോ. അപ്പം എനിക്ക് കുറേ ദിവസം ഈ ഓട്സ് കഴിച്ചപ്പോഴത്തേക്ക് ആകെ അങ്ങ് മടുത്തു പോയിട്ട് ഞാൻ എന്തെങ്കിലും ദോശ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ആമിക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് മാവൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കും. ദോശയ്ക്കോ അപ്പത്തിനോ പുട്ടിനോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത് വെച്ചേക്കും കേട്ടോ. പിന്നെ നമ്മൾ മാത്രമാണ് ഈ ഒരു ഓട്സ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് ഓട്സ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കണം. എനിക്ക് ഒരു ദോശ മതി. ഒരു പൊടി ദോശ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ബ്ലൂബെറി ഇട്ടിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ കഴിക്കുന്നത്. ഇതിനകത്ത് പാലോ പഞ്ചസാരയോ ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല. വെറുതെ ഓട്സ് നന്നായിട്ട് വേവിച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഈ ബ്ലൂബെറി ഉണ്ടല്ലോ ഇത് ഇട്ടിട്ട് അങ്ങ് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലൂബെറി ഉണ്ടല്ലോ ഇത് കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള നല്ല ബ്ലൂബെറിയാണ് നല്ലത്. അപ്പോൾ ഞങ്ങൾ സെപ്റ്റോന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു.
കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. കടയിൽ നിന്ന് മേടിച്ചത് ഓർഗാനിക് അല്ല. അപ്പോൾ നമ്മൾ സെപ്റ്റോ നിന്ന് മേടിച്ചതാണ് ഓർഗാനിക് ആയിട്ടുള്ള ബ്ലൂബെറി. അപ്പോൾ അത് ഇട്ടിട്ട് ഹസ്ബൻഡും കഴിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞത് നമുക്ക് ഒന്ന് പുറത്ത് പോവാം, നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അത് പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു, നമ്മൾ ഒട്ടും പ്ലാനിങ് അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ആമി ഇല്ലല്ലോ, ആമി സ്കൂളിൽ ആമി ടൂറിന് പോയേക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പുറത്ത് പോയി സിനിമയ്ക്ക് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആവണം. അപ്പം ഞാനിന്ന് വേറെ പണിയൊന്നും എനിക്കില്ല, ഞാനിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോയതാണ്. ഏത് സിനിമയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേ ആണ് വീഡിയോ എടുത്തേക്കുന്നത്. സൺഡേ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസമായി ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ നമുക്കിവിടെ നിലമ്പൂർ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഹസ്ബൻഡ് ഓഫീസ് വിട്ട് വരുമ്പോഴത്തേക്കും കാണുന്ന എപ്പോഴും പറയാറുണ്ട് ഈ ഒരു സ്ഥലത്ത് ഞങ്ങളെ കൊണ്ട് വരാമെന്ന്. അപ്പോൾ ഇത് ഡൈനേഴ്സ് ഡെൻ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം പുറത്തുനിന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വലുതായിട്ട് തോന്നി. പക്ഷെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും തീരെ ചെറിയ ഒരു ഫുഡ് കോർട്ടാണ്. നമ്മുടെ അണ്ണാനഗറിലുള്ള കോറ ഫുഡ് സ്ട്രീറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം അത്രയും വലുതാണെന്നാണ് വിചാരിച്ചത് അത്രേ. പക്ഷെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും തീരെ ചെറുതായിട്ട് തോന്നി. മാത്രമല്ല ഞങ്ങൾ 6 മണിക്കാണ് ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കടകളൊക്കെ തുറക്കുന്നതേ ഉള്ളൂ, ഒന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിച്ച് കഴിച്ചിട്ട് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഡിന്നർ ഇനിയിപ്പോൾ വേറെ എവിടെ എന്തെങ്കിലും കഴിക്കാമെന്ന്. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കഴിക്കാൻ തന്നെയാണ് ഇരുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഇങ്ങനെ പ്ലാൻ മാറ്റിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ലോണം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലും നല്ല ഭക്ഷണം കിട്ടുമെങ്കിൽ ഓടിപ്പോയി കഴിക്കാൻ നോക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എന്ന് കരുതി എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒരുപാടൊന്നും കഴിക്കേണ്ട. മാത്രമല്ല എനിക്ക് സത്യം പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു ക്വാളിറ്റി കുറവുള്ളതുപോലെ തോന്നി. കോറ ഫുഡ് സ്ട്രീറ്റിലെ പോലത്തെ അല്ല. വേഫിൾസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഹാർഡായിരുന്നു. ഒരു എന്തോ ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. നമുക്ക് കഴിക്കാൻ ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊന്നും ഇല്ല, ക്രിസ്പിനെസ്സും ഇല്ല, സോഫ്റ്റ്നെസ്സും ഇല്ല, ഒന്നും ഇല്ലാത്ത പോലെ. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ചായക്കടയിൽ കയറിയിട്ട് അവിടെ നിന്നൊരു ചായ മേടിച്ചു, ഇഞ്ചി ചായ. അപ്പോൾ ഇത് നല്ലതായിട്ട് തോന്നി. പിന്നെ എന്തോ ഒരു മിൽക്ക് ഷേക്ക് എന്തോ മറ്റോ ആണ് മേടിച്ചത് കേട്ടോ. അത് ആമി തന്നെയാണ് കുടിച്ചത്. ആമിക്ക് അധികം ചോക്ലേറ്റും ഈ പാലിലുള്ള ഒരു സാധനവും കൊടുക്കാനായിട്ട് പറ്റത്തേ ഇല്ല. കാരണം കഫത്തിൻ്റെ പ്രശ്നമുള്ള കാരണം കൊണ്ട് അവൾക്ക് എന്ത് കൊടുത്താലും പെട്ടെന്ന് വയ്യാണ്ടാവും. അപ്പോൾ പേടിച്ചിട്ടൊക്കെയാണ് അവൾക്ക് കൊടുത്തത്. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുള്ള എൻ്റെ എക്സ്പ്രഷൻ വിടലായിരുന്നു കേട്ടോ അത്. എനിക്കാണെങ്കിൽ ഈ ഒരു ഇഞ്ചി ചായ കുടിക്കാനായിട്ട് പെട്ടെന്ന് തോന്നിയതാണ്. ഞങ്ങളങ്ങനെ അധികം കുടിക്കാറൊന്നും ഇല്ല, പക്ഷെ അന്ന് എന്തോ കുടിക്കണമെന്ന് തോന്നിയിട്ട് പെട്ടെന്ന് മേടിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് മേടിച്ചപ്പോൾ എനിക്കും കൂടി ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. നല്ല ചായ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കോട്ടയം കഫേയിൽ വന്നു. കോട്ടയം കഫേ ഇവിടെ അടുത്താണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇടിയപ്പവും ഒരു ചിക്കൻ പെരട്ടും ആണ് മേടിച്ചത്. അപ്പം ഞാനും ആമയും ഇടിയപ്പം കഴിച്ചു, ഹസ്ബൻഡ് അപ്പമാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോകണം. പിന്നെ ആമിക്ക് എക്സാമിനുള്ളത് പഠിപ്പിക്കണം, ഒന്നുകൂടി റിവിഷൻ ചെയ്യണം, അതൊക്കെയാണ് പരിപാടി. അപ്പോൾ നമ്മുടെ ഈ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചായ ആൻഡ് കടി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു മലയാളി കടയാണ്, അതൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഞങ്ങൾ ശരിക്കും അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ കട കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത് അവിടെ ഒരു ദിവസം പോകണം. പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാം. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കോ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.